രാമം നാരായൺ രാമ. ദൈവസാന്നിധ്യം നേടുന്നതിനായി കാമവാസനയെ ത്യജിക്കേണ്ടതുണ്ടോ? ദൈവസാന്നിധ്യത്തെ അനുഭവിക്കാൻ ബ്രഹ്മചാര്യത്തെ പാലിക്കേണ്ടതുണ്ടോ? എല്ലാം ഉപേക്ഷിച്ച് മലകളിലേക്ക് പോയി തപസ്യ ചെയ്യുമ്പോഴാണ് ദൈവവുമായി ബന്ധപ്പെടാൻ കഴിയുക എന്ന് പറയുന്നത് സത്യമാണോ? ഇതൊരു ചോദ്യമാണ് ഏത് വ്യക്തിക്കും ഒരിക്കലെങ്കിലും മനസ്സിൽ ഉണ്ടായിരിക്കാം. ഇന്ന് ഇതേ വിഷയത്തിൽ ഒരു വെളിച്ചം വീശാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ചില സന്യാസികൾ, കഥാപ്രസംഗകർ, ആത്മീയ ഗുരുക്കന്മാർ എന്നിവരാണിത് പ്രചരിപ്പിക്കുന്നത്. കാമവാസനയെ ത്യജിക്കാതെ ദൈവസാന്നിധ്യം നേടാനാവില്ലെന്ന്. എന്നാൽ മഹാഗുരു ബാലക ബ്രഹ്മചാരി മഹാരാജയുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ച് ശരിയായ വഴി കാണിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ഒരു സംഭവമുണ്ടായിരുന്നു. ബാലക ബ്രഹ്മചാരി മഹാരാജിൻ്റെ ബാല്യകാലത്ത്. അതിലൂടെയാണ് ഈ വിഷയം വ്യക്തമായി നിർവചിക്കുന്നത്. ദൈവസാന്നിധ്യം നേടാൻ വീട് ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ഓറഞ്ച് വസ്ത്രം ധരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ധരിക്കാം, എന്നാൽ അതിന് സന്യാസം സ്വീകരിക്കണമെന്ന് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കരുത്. അവതാരികളായ മഹാപുരുഷർ ഓരോ 12 വർഷത്തിലും ഭൂമിയിൽ ഒരു അവതാര പുരുഷൻ ജന്മം എടുക്കുന്നു. മഹാഗുരു ബാലക ബ്രഹ്മചാരി മഹാരാജ അവരിൽ ഒരാളായിരുന്നു. ഒരു അവതാര പുരുഷൻ ജനിച്ചപ്പോൾ അത് ദൂരത്തും അടുത്തും ഉള്ള സന്യാസികൾക്കും ധ്യാനികൾക്കും മനസ്സിലാക്കാനാകും. ഒരു ദിവസം മലകളിൽ താമസിക്കുന്ന ഒരു സന്യാസിക്ക് വിവരം ലഭിച്ചു. അവതാരിയായ ഒരു ബാലൻ ജനിച്ചു. ആ ബാലന് ബ്രഹ്മജ്ഞാനി എന്ന് വിളിക്കുന്നു. അങ്ങനെ അവർ ആ ബാലനെ കാണാൻ ആഗ്രഹിച്ചു. മഹാഗുരുവിൻ്റേതായ ചിന്തകൾ. സന്യാസിക്ക് മഹാഗുരുവിനെ കണ്ടപ്പോൾ ചോദിച്ചു, നിന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കാമവാസനയെ ത്യജിക്കേണ്ടതുണ്ട്. അതിന് മഹാഗുരുവിന് സമാധാനമായ മറുപടി നൽകാൻ കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഒരേ ത്വച്ചയിൽ മൂടപ്പെട്ടിരിക്കുന്നതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ രുചിയനുഭവം, ഗാനങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷം, എല്ലാം ഒരു തൃപ്തിയുടെ ഭാഗമാണ്, അഥവാ കാമവാസനയുടെ ഒരു ഭാഗം തന്നെ. സംസാരത്തിൽ സത്യത്തെ കണ്ടുപിടിക്കുക. ദൈവത്തെ കണ്ടെത്താൻ കാമവാസനയെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ സൃഷ്ടി നിലനിൽക്കില്ല. അധികം ചിലവഴിക്കുന്നത് ദോഷകരമാണെന്നതിന് മാത്രമാണ് ഉദ്ദേശം. ശരിയായ സമതുലിതത്വത്തിൽ എല്ലാം നിലനിർത്തണം. സാന്നിധ്യദളത്തിൻ്റെ ദാർശനികത. സാന്നിധ്യദളം വെളിച്ചത്തിലെ ധാരകളെ 2 വിഭാഗങ്ങളാക്കി പരിചയപ്പെടുത്തുന്നു. യാഥാർത്ഥ്യത്തിൻ്റെ ധാര, മഹാകാശത്തിൻ്റെ ധാര. മനുഷ്യന് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാനാണ് ജന്മം ലഭിക്കുന്നത്. ജീവിതം പ്രവർത്തനത്തിലൂടെയാണ് അർത്ഥവത്താകുന്നത്. രാമം നാരായൺ രാമ എന്ന ദിവ്യനാമം നമ്മെ യഥാർത്ഥത്തിൽ ബന്ധിപ്പിക്കുന്നു. ജീവിതത്തിലെ പ്രശ്നങ്ങളെ മറികടക്കാനും സന്തോഷങ്ങൾ കണ്ടെത്താനും അതിൻ്റെ പ്രചാരം നമ്മെ പ്രചോദിപ്പിക്കുന്നു.